എന്തിനാണ് ഫിഖ്? കർമ്മങ്ങൾ നന്നാവാൻ. എന്തിനാണ് താരീഖ്? ചരിത്രം മനസ്സിലാക്കാൻ. എന്തിനാണ് തഹദീബുൽ അഖ്ലാഖ്? കർമ്മങ്ങൾ ക്വാളിറ്റി ഉള്ളതാക്കാൻ. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്? നല്ല കോലത്തിൽ മരിക്കാൻ. എന്തിനാണ് നല്ല കോലത്തിൽ മരിക്കുന്നത്? സ്വർഗം കിട്ടാൻ. എന്തിനാണ് സ്വർഗം കിട്ടുന്നത്? യഥാർത്ഥ സുഖം ലഭിക്കാൻ. അപ്പം ലാസ്റ്റ് ഇപ്പം എന്തായി? മദ്രസ യഥാർത്ഥ സുഖത്തിന് വേണ്ടിയാണ്. പക്ഷെ വെയിറ്റ് ചെയ്യണം. ഇവിടുന്നല്ല, വെയിറ്റ് ചെയ്യണം, തിരി വെയിറ്റ് ചെയ്യണം. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇവിടെ സുഖമില്ല. ഇവിടെ ആവശ്യ പൂർത്തീകരണവും സുഖപൂർത്തീകരണത്തിൻ്റെയും സ്ഥലമല്ല ദുന്യാവ്, ആദർശ പൂർത്തീകരണത്തിൻ്റെ സ്ഥലമാണ്. എന്താണ് ആദർശം? ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ആദർശം. ഇതിൽ സത്യസന്ധനാണോ, ഏത് പരീക്ഷണത്തിലും പതറാതെ നിൽക്കുമോ എന്ന് പരിശോധിക്കാനാണ് ചൂട്, വേറൊന്നിനുമല്ല. അത് പരിശോധിക്കാനാണ് തണുപ്പ്, അത് പരിശോധിക്കാനാണ് സുനാമി, അതിൻ്റെ പരിശോധനയാണ് ദുരന്തങ്ങൾ, അതിൻ്റെ പരിശോധനയാണ് മാറാവ്യാധികൾ, മാരക രോഗങ്ങൾ, പെടുന്നതിനുള്ള മരണങ്ങൾ, അപകടങ്ങൾ. ഇതൊക്കെ ഇവൻ്റെ ഉള്ളിൽ ഈ തൗഹീദ് തറച്ചിട്ടുണ്ടോ, വർക്കൗട്ടാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ചൂട് എന്നുള്ളത് കേവലം സൂര്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മിയുടെ കിരണങ്ങളുടെ പ്രസരണമാണെങ്കിൽ ഇപ്പം ചൂടുണ്ടല്ലോ, ഇപ്പം സൂര്യനുണ്ടോ? ഇപ്പം സൂര്യനുണ്ടോ? ഇപ്പം ചൂടില്ലേ? സൂര്യനുണ്ടോ? നമ്മുടെ ഇവിടെ സൂര്യനില്ലല്ലോ, എന്നിട്ടും ചൂട്. അപ്പം സൂര്യൻ മാത്രമല്ല, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നമ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിന കഠോരമായ തീഷ്ണമായ ഉഷ്ണമില്ലേ, അത് നരകത്തിൻ്റെ ജ്വാലയിൽ നിന്നുള്ള ഒരു ജ്വാലയാണ്, ആവിയിൽ നിന്നുള്ളൊരു ആവിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നലെ വാലിന് പങ്കെടുത്ത സ്ഥലത്ത് ഒരുപാട് കുട്ടികളെ പാമ്പ് കടിച്ചിരുന്നു. അപ്പോൾ കുറേ ആളുകൾ എന്നോട് പരാതി പറഞ്ഞു, പാമ്പ് കടിച്ച കുറേ ആളുകൾ ഹോസ്പിറ്റലിലുണ്ട്, ദ്വാരക്കണമെന്ന്. അപ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി. കാരണം ഇതിൽ നിന്നൊക്കെ ജാഗ്രത പാലിക്കാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി. ഇദാ വഅഹദുക്കും ഇലാ ഫിറാശി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഫല്യംഫുദ് ഫിറാശ, അവൻ്റെ വിരിപ്പവനെന്നെടുത്ത് കൊടയട്ടെ, ബിദാഖിലത്തി ഇസാരിഹി, എങ്ങനെയെങ്കിലും കൊടഞ്ഞാൽ പോരാ, അതിൻ്റെ ഉൾഭാഗം എടുത്ത് കൊടയണേ. നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഉസ്താദേ, രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ കാലില്ലെന്തോ ചുറ്റിയതുപോലെ തോന്നി, ഞാനൊന്ന് കുടഞ്ഞു നോക്കി, പോയില്ല. ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഞെട്ടിത്തെറിച്ചു, എൻ്റെ കാലിൽ ചുറ്റിക്കിടക്കുന്നത് പാമ്പാണ്, പാമ്പാണ്. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, കിടക്കുമ്പോൾ പുതപ്പ് കുടഞ്ഞിരുന്നോ? അവൻ പറഞ്ഞു, ഇത്തിരി ലൈറ്റായിട്ടാണ് വന്നത്, അപ്പോൾ കുടഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് മനസ്സിലാക്കുന്നു, ചൂട് കൂടിയത് കൊണ്ടോ ദാഹിച്ചത് കൊണ്ടോ ഇരയെ തേടിയിട്ടോ റൂമിലേക്ക് ഏതോ സ്പേസിലൂടെ കയറി കൂടിയത് ഈ ബെഡ്ഷീറ്റിൽ നേരത്തെ സ്ഥലം ഉറപ്പിച്ചിരിക്കുക. ആ ചെറുപ്പക്കാരനെങ്ങാനും മുത്തായ മുസ്തഫ പറഞ്ഞിട്ടുള്ള കാര്യം നിർവഹിച്ചാണ് കിടന്നതെങ്കിൽ കാലിൽ പാമ്പ് ചുറ്റൂല. ചൂടുകാലത്ത് എങ്ങനെയാണ് കിടക്കേണ്ടത്, തണുപ്പ് കാലത്ത് എങ്ങനെയാണ് കിടക്കേണ്ടത്, മഴക്കാലത്ത് എങ്ങനെയാണ് കിടക്കേണ്ടത്, മാറാവ്യാധി സമയത്ത് എന്താണ് സ്വീകരിക്കേണ്ടത്, മാരക രോഗങ്ങൾ വരാതിരിക്കാൻ വയറിൽ എന്താണ് കരുതേണ്ടത്, എങ്ങനെയാണ് ആരോഗ്യം നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളിയിൽ കയറേണ്ടത്, ഇറങ്ങേണ്ടത്, മയ്യത്തിൻ്റെ വീട്ടിൽ പോകേണ്ടത്, ആരാണ് ഗുരുവര്യര്, ആരാണ് മാതാവ്, പിതാവ്, അയൽവാസികൾ, മറ്റ് മതസ്ഥരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സൽക്കാരത്തിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, എതിരാളികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആരാണ് മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ശത്രു, അത് മനുഷ്യനാണോ അതോ പിശാച്ചാണോ, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്, ഏതൊക്കെ സൂറത്ത്
ആയത്തുകളാണ് മനഃപ്പാഠമാക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഒളൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനവികത പുലർത്തേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകലമാന അടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളോ ചലന നിശ്ചലനാവസ്ഥകളും കൃത്യമായി വ്യക്തമായി ശക്തമായി പരത്തി പറയുന്ന പരിശുദ്ധ ഇസ്ലാം. അത് പഠിക്കണമെങ്കിൽ മദ്രസയിൽ വരണം. അത് പഠിക്കണമെങ്കിൽ മദ്രസയിൽ വരണം. സ്കൂൾ പഠനം വേണ്ടെന്നല്ല, പക്ഷേ സ്കൂൾ പഠനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മദ്രസ മുടക്കുന്ന മാതാപിതാക്കളെ ഈ ചൂട് സമയത്ത് തീച്ചൂളയുടെ ഒരു താക്കീത് നൽകുകയാണ്. അങ്ങനെ മുടക്കിയ കുട്ടികളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ ഒരു പാഠം പഠിച്ചേ പോകൂ. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അങ്ങനെയുണ്ടല്ലോ, ഓൻ SLC ആണ് ഉസ്താദേ, ട്യൂഷൻ്റെ കൊണ്ട് മുടങ്ങണേതാ 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്. നിങ്ങളുടെ നാട്ടിൽ 12 +2 വരെ ക്ലാസ് ഉണ്ടെങ്കിൽ ആ +2 വരെ നിങ്ങളെ മക്കളെ പറഞ്ഞേക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങൾ നിർവഹിക്കേണ്ട കടമയാണ് ഈ മുഅല്ലിമീങ്ങൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ടാണ് മുഅല്ലിമീങ്ങളെ ചേർത്തിപ്പിക്കണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ മുഅല്ലിമീങ്ങൾക്കും വല്ല പരീക്ഷണവും ഭീഷണിയും ഉള്ള കാലമാണ്. കുട്ടിനെ ഒന്ന് തുറച്ചു നോക്കിയാൽ ദർശന പീഡനം, നുള്ളിയാൽ പിച്ചൽ പീഡനം, ഉപദേശിച്ചാൽ മാനസിക പീഡനം. എത്ര ഉസ്താദന്മാരാ ജയിലിൽ കിടക്കണ അറിയോ? തൊടാനും നോക്കാനും പാടില്ല. എന്നാൽ സ്കൂളിൽ നിന്ന് 4 അടിയണ്ട് അടിച്ചിട്ട് നടുമ്പുറം പൊളിഞ്ഞാലും മുണ്ടൂല. കാരണം എന്താ? അത് A+B ആൾ സ്കോർ കയറ്റാനുള്ള സ്ഥലമാണ്. ഇതല്ല, ഇത് അള്ളാനെ പഠിക്കാനുള്ള സ്ഥലമാണ്. തലയിൽ ദുനിയാവാണ്, ആഖിറല്ല. അതുകൊണ്ടാണല്ലോ ഈ ചൂടുകാലത്ത് ഇന്ന് ഞാനിവിടെ വന്നപ്പോഴും പലരും എന്നോട് പറഞ്ഞു, എന്തോ ഒരു ചൂടാണല്ലോ ഉസ്താദേ. ഇത് ഇന്നലെയും പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞു. എല്ലാ രാത്രികളിലും ഞാൻ കേൾക്കുന്നൊരു വാക്കാണ്, എന്തോ ഒരു ചൂടാണ് ഉസ്താദേ. ഇത് ഞാനും പറയാറുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ വാപ്പയും വല്ലിപ്പയും ഇത് പറഞ്ഞിരുന്നു. പക്ഷേ അതിലേക്ക് മറ്റൊരു വാക്ക് കൂടി ആഡ് ചെയ്തിരുന്നു. ഇത് ഇങ്ങനെയാണെങ്കിൽ മഹ്ശറിന്റെ ചൂട് എന്താ, ബീഭത്സകമായ നരകത്തിൻ്റെ ചൂട് എന്താ. അവർ ഈ വാക്കുകൂടി കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ന് ഇത് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മളീ പറഞ്ഞിരുന്നതേ വാക്കുപോലും പറഞ്ഞിരുന്നു, എന്തോ ഒരു ചൂടാണല്ലേ എന്ന്. ഉടനെ തന്നെ അവർ പറഞ്ഞിരുന്നു, അല്ല ഇതിപ്പോൾ എങ്ങനെയാണെങ്കിൽ അതെന്താണ് കാരണം? അതിപ്പോൾ കേൾക്കണില്ല. കാരണം എന്താണ്? ഈ അത് തലേന്ന് പോയി, അത് തലേന്ന് പോയി. ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാ ഞങ്ങള്? യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത് يحبون القصور وينسون القبور يحبون المال وينسون الحساب يحبون الخلق وينسون الخالق يحبون الدنيا وينسون الآخرة. ആഖിർ സമാനിൽ വരുന്ന ആളുകൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നതാണ്, പരലോകത്തെ പാഠമറക്കുന്നതാണ്, പണത്തെ പ്രിയം വെക്കുന്നതാണ്, ഹിസാബിനെ വിസ്മരിക്കുന്നതാണ്. ആകാശത്തിൻ്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന പർവ്വത സമാനമുള്ള ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളും കയറ്റുന്നതാണ്. ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട് ഭീകരമായ കുഴിമാട കബറ് മറക്കുന്നതാണ്. സൃഷ്ടികളെ പൂജിക്കുന്നതാണ്, പ്രണയിക്കുന്നതാണ്. ഈ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, സൃഷ്ടിച്ച, സംവിധാനിക്കുന്ന, ഇനി സംഹരിക്കുന്ന, ഹിദായത്ത് തന്ന, ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തിയ, ആരോഗ്യം തന്ന, ലിവർ തന്ന, കിഡ്നി തന്ന, എല്ലുകൾ തന്ന, 1,00,000 കിലോമീറ്റർ നീളുന്ന നരമ്പുകൾ തന്ന, ആ നരമ്പിൻ്റെ ഉള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ നിയന്ത്രിക്കുന്ന 10,000 സെല്ലുകളാൽ നിർമ്മിതമായ തലച്ചോറ് തന്ന അള്ളാനെ വിസ്മരിക്കുന്ന കാലമാണേ. അവിടെയാണ് പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ ഹൃദയത്തിൽ അള്ളാനെ കൊത്തിവെക്കുന്ന സ്ഥാപനമാണ് മദ്രസയെങ്കിൽ അതൊരു മഹല്ലിലെ ഹാർട്ടിൻ്റെ സ്ഥാനത്താണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലായിടങ്ങളിലും റൂഹിൻ്റെ സ്വാധീനമുണ്ട്. എന്നാലും കൈ മുറിച്ചാൽ മരിക്കൂല, കാല് വെട്ടിയാൽ മരിക്കൂല, ചെകിട് മുറിച്ചാൽ മരിക്കൂല, ഹാർട്ട് പൊട്ടിച്ചാൽ മരിക്കും. കാരണം എന്താ? ഹാർട്ടിലാണ് റൂഹിൻ്റെ യഥാർത്ഥ പിടുത്തുള്ളത്. എന്നപോലെ നമ്മുടെ നാടുകളിൽ ഒരു വീട് പൊളിഞ്ഞാൽ പ്രശ്നമില്ല, മദ്രസ പൊളിഞ്ഞാൽ ദീനങ്ങണ്ട് പൊളിയും. മദ്രസ പൊളിഞ്ഞാൽ ദീനങ്ങണ്ട് പൊളിയും. കാരണം മദ്രസ ഹാർട്ടാണ്, മദ്രസ ഹാർട്ടാണ്.
ഒരു മനുഷ്യ ശരീരത്തിൽ ഹാർട്ടിൻ്റെ സ്വാധീനം ഒരു മഹലിനെ ഒരു ശരീരമാക്കുകയാണെങ്കിൽ മദ്രസക്കുണ്ട് എന്ന കാര്യം മറക്കരുത്. ഈ മദ്രസക്ക് സേവനം ചെയ്തുകൊണ്ടും സഹകരിച്ചും സഹായിച്ചും സ്വർഗം കിട്ടിയ എത്ര ആളുകളുണ്ട്, എത്ര മഹല്ലുകളിലുണ്ട്. എന്നോട് ഹംസാജി ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല, പക്ഷെ കൂടെയുള്ള സംഘാടകർ മൊത്തം പറഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ സ്വാഗത പ്രസംഗം മുതൽ സെക്രട്ടറിയുടെ വാക്കുകൾ മുതൽ ഹംസാജി 12 സെന്റ് കൊടുത്തത് പറഞ്ഞു, മദ്രസക്ക് പൈസ കൊടുത്തത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ഈ വീട് ആരുടേതാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അള്ളാൻ്റെതാണ് എന്നാണ്. അത് അള്ളാഹുവിൽ തവക്കുലും ഈമാനുമുള്ള മനസ്സിൽ നിന്ന് വരുന്ന ഒരു ബോധമാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ഞാൻ അദ്ദേഹത്തിനോട് അത് ക്ലിയർ അല്ലേ എന്ന് വയ്ക്കാൻ വേണ്ടി ഒന്നും കൂടി കൂട്ടിച്ചേർത്തു. മക്കളായിരുന്നാന്ന് ചോദിച്ചു, അതും അള്ളാൻ്റെ ആണ്. ചിലവരെ നമ്മളോട് പറയലുണ്ട് ഇതൊക്കെ എൻ്റെ അല്ല അള്ളാൻ്റെ ആണെന്ന്. അപ്പോൾ ചോദിക്കും മക്കളായിരുന്നാ, അത് എൻ്റെ ആണെന്ന് പറയും. എൻ്റെതാന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. ഹക്കൈക്കിയ സംസാരം ഈ ലോകത്ത് കുറവാണ്, ഒക്കെ മജാസിയ സംസാരമാണ്. ഇനി ഒരാളിപ്പോൾ വീടിൻ്റെതാണ് മക്കളിൻ്റെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശിർക്കും കുഫറൊന്നും വരില്ല. അതൊക്കെ പച്ച പട്ടം പോയത്തരാണ്. 56 റബീഉൽ ബക്കല എന്നൊരു മുവഹിദ് പറഞ്ഞാൽ കുഫർ വരും. അതൊക്കെ ആരൊക്കെ ഉണ്ടാക്കി പറഞ്ഞില്ലാത്ത പ്രചരിപ്പിച്ചടക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചു തരാൻ കഴിയില്ല. ഇത് മനുഷ്യന്മാരിലേക്ക് ചേർത്തി പറഞ്ഞാൽ ശിർക്ക് വരുന്നു. കുറേ ആളുകൾ ഇവിടെ അറിയാതെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനൊന്നും പ്രത്യേകിച്ച് നാടന്മാരോട് പറയരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആര് പറഞ്ഞു 56 റബീഉൽ ബക്കലാന്ന് ഒരു മുവഹിദ് പറഞ്ഞാൽ എവിടെ കുഫർ വരുന്നത്? ആരാണ് ഈ ശിർക്കാന്ന് പറഞ്ഞത്? കിതാബ് അത് പഠിച്ചിട്ടില്ല. അപ്പം അള്ളാൻ്റെന്ന് പറഞ്ഞാൽ അത് ഓക്കെ, അത് തലയിൽ അള്ളുള്ള ബോധമാണ്. പക്ഷെ എൻ്റെതാന്ന് പറഞ്ഞുകൊണ്ട് വിരോധമൊന്നുമില്ല. എന്നാൽ ഈ എല്ലാം അള്ളാൻ്റെതാണ്. വീടും അള്ളാൻ്റെതാണ്, മക്കളും അള്ളാൻ്റെതാണ്, നമ്മളും അള്ളാൻ്റെതാണ്. ഹാദാ മിൻ ഫളി റബ്ബീ. എല്ലാവരും മരിക്കാനുള്ളവരുമാണ്. കണ്ടോ നിങ്ങൾ, ഒരു മഹാനായ സൂഫി കുറേ മനുഷ്യന്മാർ കൂടിയിട്ടൊരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സൂഫി പറഞ്ഞുപോയി, നാളത്തെ കുറേ മയ്യത്തുകൾ ഇന്നത്തെ മയ്യത്തിനെ ഖബറടക്കുന്നത് കണ്ടോ. കേട്ടപാടെ എല്ലാ കേൾവിക്കാരും കരയുകയാണ്. ഞാനിപ്പോൾ എവിടെയാണ് പ്രസംഗിക്കുന്നത്? ഭൂമിൻ്റെ മുകളിലാണ്. അതേ സമയത്ത് ഭൂമിൻ്റെ താഴെ ചലിക്കാത്ത കുറേ മയ്യത്തുകളുണ്ട്, ഭൂമിൻ്റെ മുകളിൽ ചലിക്കുന്ന കുറേ മയ്യത്തുകളുമുണ്ട്. ഇവിടെ മയ്യത്തല്ലാത്ത ഒന്നുമില്ല. ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ. നിങ്ങളും മയ്യത്താണ്, അവരും മയ്യത്താണ്. ഭൂമിക്കടിയിലുള്ളവരും മയ്യത്താണ്, ഈ പ്രസംഗിക്കുന്നവനും മയ്യത്താണ്, കേൾവിക്കാരും മയ്യത്താണ്. നമ്മൾ ചലിക്കുന്ന മയ്യത്തുകളാണ് ഉമ്മ. ഭൂമിക്കടിയിലുള്ള വാപ്പയും വല്ലിപ്പയും അമ്മോനും അമ്മായിക്കാക്കയുമല്ല, ചലിക്കാത്ത മയ്യത്തുകളാണ്. അവർ കിടക്കുന്നതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നാളെ നമ്മൾ പോയി കിടക്കേണ്ടവരാണ്. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ ഹംസാജിയെ പോലെ കൊടുക്കാൻ കഴിയുന്നതാ. 1 സെന്റല്ല, 2 സെന്റല്ല, 10 സെന്റല്ല, 12 സെന്റല്ല, എത്രയും കൊടുക്കുന്നതാണ്. കാരണം ഇവിടെ എനിക്ക് ഒന്നുമില്ല. ഇവിടെ എനിക്കൊന്നുമില്ല. ഉണ്ടോ? എന്തെങ്കിലും ഒന്നുണ്ടോ? ചിന്തിക്കണം. ഒന്നുമില്ല. ഞാൻ ഒരിക്കൽ ഒരു തർക്കമില്ലാത്തൊരു മുതലാളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര സെൻറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പം മൂപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് 12 ഏക്കർ ഉണ്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 1 സെൻറ്റും ഇല്ല പറഞ്ഞു. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ആധാരം ഉണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ആധാരമാണ് നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളതിന് എൻ്റെ ഒന്നാമത്തെ തെളിവ്. നിങ്ങളുടെ കയ്യിലുള്ള ആധാരമാണ് നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളതിന് എൻ്റെ ഒന്നാമത്തെ തെളിവ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്താണെന്ന് വെച്ചു. ആധാരത്തിൽ വാപ്പാൻ്റെ പേരില്ലേ? ഉണ്ട്. വാപ്പ എവിടെ? ഖബറിൽ. അപ്പം നിങ്ങളിപ്പോൾ കൈ പിടിച്ച് ഈ ആധാരം നാളെ നിങ്ങളെ മോൻ്റെ കയ്യിൽ, അപ്പം നിങ്ങൾ ഖബറിൽ. അപ്പം കാക്ക ഈ ആധാരം തന്നെ കൈമാറുന്നൊരു പേപ്പറല്ലേ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഏത് ഭൂമിയിലേക്ക് നോക്കിയിട്ടാണ് അത് എൻ്റെതാണെന്ന് പറയുന്നതെങ്കിൽ ഭൂമി തിരിച്ച് പരിഹസിക്കുന്നതാണ്. വിഡ്ഢി മൂദേവി, ഞാൻ നിൻ്റെതല്ല, നീ എൻ്റെതാണ്. ഈ ഒരു തിരിച്ചറിവ് തലച്ചോറ്റക്ക് തരിപ്പ് കയറുന്ന കുറേ പ്രസംഗങ്ങളും പരിപാടികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ പ്രസംഗരംഗത്ത് നിന്ന് മരണവും ഖബറൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്. പുതിയ പുതിയ വിഷയങ്ങളാണ്. ഇറാന്, ഇതൊക്കെ വേണം. ഞാനും പ്രസംഗിക്കുന്ന ആൾ തന്നെ, വേണ്ടാന്നൊന്നുമല്ല. ഖുർആന്, ശാസ്ത്രം അത്യാവശ്യത്തിനൊക്കെ വേണം. പക്ഷെ അതിൽ മാത്രം ഉമ്മത്തിനെ ഒതുക്കരുത്. ഇറാനാണെങ്കിൽ ഇസ്രായേലാണെങ്കിൽ അവിടെ മരിക്കണവരാണെങ്കിലും പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ പോകുന്ന ഉറപ്പാണ്. അത് മറക്കരുത്, അത് വിസ്മരിക്കരുത്, അത് സംസാരത്തിൽ നിന്ന് അസ്തമിക്കരുതേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് മദ്രസ എന്തിനാണ് എന്നാണ്, എന്തിനു വേണ്ടി എന്നുമാണ് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്ഥിരപ്പെടുത്തിയത് യഥാർത്ഥ സുഖത്തിന് വേണ്ടിയാണ്. യഥാർത്ഥ സുഖം ദുനിയാവിലില്ല. ഇന്നലെ ഒരു ജില്ലയുടെ വലിയ മുതലാളി ആള് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ മജ്ജക്ക് ക്യാൻസറാണ്, ദ്വാരക്കണേ. ആകാശത്തിന് ഉമ്മ വെച്ച് കൊടുക്കുന്ന വലിയ പർവ്വത സമാനമുള്ള കൊട്ടാര വീടാണ്. മക്കളൊക്കെ ഹൈ ലെവൽ ജോലിയിലാണ്. ലക്ഷക്കണക്കിന് രൂപൻ്റെ വരുമാനമുള്ള ആജിക്കയാണ്. പക്ഷേ കുമ്പിടാൻ കഴിയുന്നില്ല, തിരിയാൻ കഴിയുന്നില്ല, കയറ്റം കയറാൻ കഴിയുന്നില്ല, ഭക്ഷണം ഇറങ്ങുന്നില്ല. കാരണം ഇവിടെ സുഖിക്കാനുള്ള സ്ഥലമല്ല. സൂഹിക്കാനുള്ള സ്ഥലമാണെങ്കിൽ മുത്തായ മുസ്തഫ ഇവിടെ പരീക്ഷണം നേരിടേണ്ടി വരുമോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾ മുഴുവനും ജീവിതകാലത്ത് ആൺകുട്ടികളൊക്കെ മരിച്ചിട്ട് സ്വന്തം പിതാവിൻ്റെ കൈകളാൽ കബറടക്കപ്പെടുന്ന പരീക്ഷണം ഒന്ന് ഓർത്തു നോക്കൂ. ഇന്നലെ സുബൈക്ക് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യൻ കരഞ്ഞു. ഇനി എന്താണ് ഞാൻ ചെയ്യുക? റൂമിൽ വന്നുകൊണ്ട് പറഞ്ഞോ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്നെനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല. എന്താണാവോ പടച്ചവൻ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് ഉസ്താദ്? നിന്നുകൊണ്ട് ജലാന്തരമായ കണ്ണോടെ തൊണ്ടയിടറി എന്നോട് പറഞ്ഞ ആ സുഹൃത്തിനോട് ഞാനൊന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, വരുന്നതിൻ്റെ മുമ്പേ വാപ്പ പോയി, വന്ന 6-ാം വയസ്സിൽ ഉമ്മ പോയി, ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ കൊച്ചുകാലത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ വഫാത്തായിപ്പോയി. തൗഹീദ് പറയാൻ പോയതിൻ്റെ പേരിൽ കുടുംബക്കാരെ കൊണ്ട് ഏറുകൊണ്ട് നെരിയാണി പൊളിഞ്ഞു. 5 മൈൽസ് ഓടി. 3 കൊല്ലത്തോളം സഹധർമ്മിണിയായ ഖദീജ ഉമ്മൻ്റെ കൂടെ ശൈബ് അബീ ത്വാലിബിൽ കഠിന കഠോരമായ മർദ്ദന പീഡനത്തിന് വിധേയനായി ഭക്ഷണമില്ലാതെ പച്ചില പറിച്ച് ചവച്ചരച്ച് കഴിച്ചു. ഈ കഠിന കഠോരമായ പരീക്ഷണത്തിന് പാത്രീഭവിച്ചത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമായ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിൻ്റെ സിറുൽ വുജൂദായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. കഠിന കഠോരമായ തീച്ചൂടിൻ്റെ സമയത്ത് ഹൃദയത്തിലേക്ക് തരിപ്പിത്തണുപ്പ് കയറാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കീർണതയിൽ നിന്നോ പ്രശാന്ത സുന്ദരമായ സ്വാസ്ഥ്യതയിലേക്ക് വഴിമാറാൻ, ഉള്ളകം പുളകമണിയാൻ, പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ, മാരക രോഗങ്ങളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേൽക്കാൻ, പ്രയാസങ്ങളുടെ വേലിയേറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ശത്രുക്കളുടെ പാളയത്തിൽ നിന്ന് മോചിതരാവാൻ, കടക്കണികളിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേൽക്കാൻ, മനസ്സിൻ്റെ ഉള്ളിൽ പച്ചക്കുബ്ബ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കിൽ നിന്ന് ലക്ഷങ്ങള് മക്ക മദീനകളിലേക്ക് അജുംറകൾക്കും സിയാറത്തിനോ അതാ പുഴ പോലെ ഒഴുകുമ്പോൾ ഈ മനോഹരമായ കെട്ടിടോദ്ഘാടാനന്തരമുള്ള സ്വർഗീയ ഉദ്യാനത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു जब वे खुदी के कन में खून तू है मदीना 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 अजब बेखुदी है कन में खून तू है മദീന 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 മദീന. ഞാൻ മദീനയിലെത്തിയാൽ എനിക്ക് പരിസരം ഓർമ്മയില്ല, എൻ്റെ ഹാല് മാറുകയാണ്.
എൻ്റെ ഉള്ളിൽ നിന്ന് തീച്ചൂട് കയറുകയാണ്. കെട്ടിയവളെ ഓർമ്മയില്ല, കുട്ടികളെ ഓർമ്മയില്ല, കൂട്ടുകാർ ഓർമ്മയില്ല, വീട്ടുകാർ ഓർമ്മയില്ല, ഭക്ഷണം ഓർമ്മയില്ല, സ്ഥലം ഓർമ്മയില്ല, പരിസരം ഓർമ്മയില്ല. ഞാനങ്ങ് തളർന്നു പോവുകയാണ്. ഞാനില്ല, നീയില്ല, ഒരാൾ മാത്രമാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഈ മദ്രസയ്ക്ക് വേണ്ടി പൊന്നു കൊടുത്തവരെ, ഈ മദ്രസയ്ക്ക് വേണ്ടി പണം കൊടുത്തവരെ, ഈ മദ്രസയ്ക്ക് വേണ്ടി പറമ്പ് കൊടുത്തവരെ, നിങ്ങൾക്ക് മദീനയിൽ നിന്നുള്ള ലൈക്കുണ്ട്, നിങ്ങൾക്ക് മദീനയിൽ നിന്നുള്ള നദറുണ്ട്, നിങ്ങൾക്ക് മദീനയിൽ നിന്നുള്ള മദതുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കുകയും നിലനിർത്തുകയോ നിങ്ങളുടെ ഹയാത്തിൽ കാണിച്ചു തരികയും നിങ്ങളുടെ വഫാത്തിൽ അതിൻ്റെ അന്തസ്സോടെ ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരികയോ നമ്മുടെ ഖബറുകൾ വിശ്രമത്തിൻ്റെ താവളമാക്കുകയോ നാളത്തെ തറവാട് സ്വർഗമാക്കുകയും ചെയ്യട്ടെ. ബിന്നബിയിൽ മുസ്തഫ അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഹൃദയത്തിൻ്റെ സംഗീതം പോലെ, ജീവിതത്തിൻ്റെ ഔഷധം പോലെ, ഭാവി ക്ഷേമത്തിൻ്റെ സൂത്രവാക്യം പോലെ, ഹൃദയത്തിൻ്റെ രക്ഷ പോലെ, ഭാവിയുടെ പ്രതീക്ഷ പോലെ, വർത്തമാനത്തിൻ്റെ ദർപ്പണം പോലെ, വിജയത്തിൻ്റെ സകല രഹസ്യത്തിൻ്റെ പടപ്പാട്ട് പോലെ. അല്ലാഹുവേ, മദീനയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഈ സാസിൽ പങ്കെടുത്ത ഓരോ രക്ഷിതാക്കളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മുഅല്ലിം ആരാന്ന് പറഞ്ഞു കൊടുക്കണം. മുഅല്ലിം ആരാന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇതിൻ്റെ അടുത്ത് കണ്ണൂരിൽ നിന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ കാറിലുണ്ട്. അപ്പോൾ അത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒരു ഫാത്തിഹ ഓതിയിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ദ്വാരക്കുമെന്ന് വെച്ച്. പിന്നെ കരയണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പം അങ്ങനെ അതാണ് എൻ്റെ ഉപ്പാൻ്റെ ഖബർ എന്ന് പറഞ്ഞ കാര്യമാണ്. അത് പറയാൻ ആൾക്ക് വയ്യ. പണ്ഡിതനാണ്, ഒരു അസ്ഹരിയാണ്. അത് പറയാൻ വയ്യ, എൻ്റെ ഉപ്പാൻ്റെ ഖബറാണത്. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് തന്നെ അതായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടാവുന്ന എഴുതിയിട്ടാണല്ലോ വണ്ടിയിൽ നിന്ന് വരക്കാൻ പറഞ്ഞത്. അപ്പം ഇറങ്ങിയതായിരുന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് കൂടെ ഉള്ള ആൾ പറഞ്ഞു തരികയാണ്. മൂപ്പർക്ക് വരാൻ വയ്യ. ഈ വാപ്പാക്ക് 18 കുട്ടികളാണ്. അതൊക്കെ ഉണ്ടാവാം. ഇനിയിപ്പോൾ 18 കുട്ടികൾ കഴിഞ്ഞപ്പോൾ അയിമക്ക് എടുക്കണ്ട. ആൻസറുള്ളാന് 100 കുട്ടികളില്ലേ, അത് ആരോഗ്യം ഉണ്ടൊക്കെ ഉണ്ടാവും. ഇനി മേപ്പെട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 18 കുട്ടികളാണ്. ഈ 18 കുട്ടികളെയും 10 കുട്ടികൾ ആണുങ്ങൾ, 8 കുട്ടികൾ പെണ്ണുങ്ങൾ, 10 ആൺകുട്ടികളെയും പണ്ഡിതന്മാരാക്കി. അതിൽ ലാസ്റ്റ് കുട്ടിയാണ് ഈ അസ്ഹരി. ഇയാൾ ഇങ്ങനെ കരയാൻ കാരണം എന്താ അറിയോ? അയാൾ പള്ളി ദർസിൽ ഓതാൻ കൊണ്ടാക്കി. പള്ളി ദർസിൽ ഓതാൻ കൊണ്ടാക്കിയപ്പോഴേ കുട്ടികളെ അവിടെ സ്ഥലത്ത് പോയിരിക്കും. നിങ്ങളിതിങ്ങനെ എയർപോർട്ടിൽ വണ്ടി ഇറങ്ങണ മാതിരി. നിങ്ങളൊക്കെ വേളയെ കണ്ടവരല്ലേ? എല്ലാവരും എവിടെ ഇരിക്കും. എനിക്കിതൊന്നും പറ്റൂല. വല്ലാതെ ആവശ്യമില്ലാത്ത കറക്കൊന്നും പറ്റൂല. അതിനിഷ്ടണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിളിക്കണ്ട. അവങ്ങളോ ഞാൻ എന്താ പറഞ്ഞേ? അപ്പം ഇയാള് ആവശ്യമുണ്ടെങ്കിൽ നടന്നോളി. അല്ലെങ്കിൽ മോനെ നെരിയാണി മേപ്പെട്ടൊക്കെ തുണി ഫാൻ്റെ ഒക്കെ പൊന്തിക്കണം കേട്ടോ. ടോപ്പ്ലെസ് കിട്ടിയാൽ പോരാ, ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഇതിലും ടോപ്പ്ലെസ് വേണം. മാർക്കിൽ മാത്രം ടോപ്പ്ലെസ് ഇട്ടിട്ട് കാര്യമില്ല. അത് വരെ ആരുമില്ല. നിസ്കാരം പറഞ്ഞു കൊടുക്കണ്ടേ? നിസ്കാരത്തിൽ ടോപ്പ്ലെസ് വേണ്ടേ? ഞെരിയാണിക്ക് ഇപ്പിട്ട് പാൻറ് ഇട്ട് നടക്കേണ്ട ഒരു കുട്ടിക്ക് ടോപ്പ്ലെസ് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല. ഞാൻ ഇവിടെ ടോപ്പ്ലെസ്സിനെ അഭിനന്ദിച്ചതിനെ എതിർക്കല്ല. പക്ഷെ മൊത്തത്തിലുള്ള ഇതാണ്. ടോപ്പ്ലെസ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് ഭയങ്കരമെന്ന് പറയാം. സുബീക്ക് വെളിയിലോട്ട് ആളും ചെയ്യുന്നു. ടോപ്പ്ലെസ് ഇട്ടിട്ട് പോപ്പ് മൂടി കിടന്നിട്ട് സുബീസ്കരിക്കാത്തവർക്ക് എന്ത് ടോപ്പ്ലെസ്സാണ്? ഇതൊക്കെ മദ്രസയിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. വെറും മാർക്കുൽപാദന യന്ത്രമാക്കരുത് കുട്ടികളെ. ബോധം ഉണ്ടാക്കി കൊടുക്കണം ഉള്ളിൽ. അപ്പോൾ ഈ വാപ്പ പള്ളിയർസിൽ കൊണ്ടുപോയി ചേർക്കാൻ വന്നപ്പോഴേ ഈ കുട്ടിനോട് പറഞ്ഞെന്താറോ നിന്റെ വാപ്പ ഉസ്താദാണ്. ഉസ്താദിൻ്റെ പൊരുത്തല്ലാതെ ഒന്നും ചെയ്യരുത്. ആ ഉസ്താദ് അള്ളാഹിനെ പേടിയുള്ള ഒരാൾ വേണം. അങ്ങനെയാവണം. ഉസ്താദിൻ്റെ പൊരുത്തല്ലാതെ ഒന്നും ചെയ്യരുത്. എന്നിട്ട് ഈ ബാപ്പ പറയണേ,
എടാ മോനെ, ഞാനും മരിച്ചു എന്ന് ഉപ്പാൻ്റെ കുട്ടി അറിഞ്ഞാൽ, ദർസലിക്ക് മീസാൻ ഓതുകയാണല്ലോ, അതിനിടയ്ക്ക് ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞാൽ ഇനി എന്താ ചെയ്യാന്ന് വെച്ച്, ഞാൻ വേഗം വരും. ഉസ്താദിൻ്റെ സമ്മതം ഉണ്ട് വരിക, ഉസ്താദ് പോണ്ടാറിനെ പോരുതെന്ന് പറയും. അത് ബാപ്പയാണ്. അതാണ് ബാപ്പ, അതാണ് ബാപ്പ. അതിൻ്റെ അന്തസ്സാണ് ആ കാണുന്നത്. ചുരുക്കത്തിൽ ഈ സാധു അന്ന് വെള്ളിയാഴ്ച രാവിലെ മരിക്കും ചെയ്തു. ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന ഈ വാപ്പ അന്ന് രാത്രി മരിച്ചു. ഈ മോനും ഉസ്താദും മുത്താലിമീങ്ങളൊക്കെ ഒന്ന് കരഞ്ഞതുമായിരുന്നു. ആ ഓർമ്മയിൽ ഈ പണ്ഡിതനായ മോൻ പറയാണ്, കുറച്ച് മുമ്പ് മരിച്ചു വാപ്പാണ്. ഇവിടെ എത്തുമ്പോൾ ഒന്ന് ദ്വാരക്കണം, ഞങ്ങൾ ഇങ്ങനെ ആയത്. ഈ 10 മക്കൾ തൊപ്പിയും തലയൊക്കെ ബാപ്പാൻ്റെ ഖബറിൽ നിന്ന് ഷഫാത്ത് ചെയ്യുമ്പോൾ എന്താണ് ആ മനുഷ്യൻ്റെ ഖബറിനടിയിലുള്ള പെരുന്നാൾ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നമുക്ക് മരിച്ചാൽ ഷഫാത്ത് ചെയ്യാൻ ആത്മീയ മെനുള്ള ഒരു മോണ്ടോ? ടോപ്ലസ് അവിടെ കട്ടെ, ഞാൻ പിന്നെ അഭിനന്ദിക്കാം. അതവിടെ കട്ടെ, ഞാൻ അഭിനന്ദിച്ചരാ. അത് ചെറിയ കാര്യമൊന്നുമല്ല, നല്ല കാര്യം, പഠിച്ചിട്ട് കിട്ടുന്ന കാര്യമല്ലേ, നല്ല കാര്യമാണ്. പക്ഷേ 4-5 മക്കളുണ്ട്, സുബഹിസ്കരിക്കണില്ല, ലോറിന് ജമാഅത്തിനില്ല, മാരിബക്ക് അന്തം വിട്ട് VTS ആണ്, വടക്ക് തെക്ക് സർവീസാണ്, പള്ളി കയറണില്ല. ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് മാർക്കറ്റിന് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. നമ്മൾ മരിച്ചാൽ കൽബ് പൊട്ടിയിട്ട് ജലാന്തരമായ കണ്ണോടെ ഇത് വാപ്പയാണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ എന്ന് പറയുന്ന ഒരു മോന് നമുക്കുണ്ടോ? ഗസാലി ഇമാമിനെ നിങ്ങൾ അറിയില്ലേ? അവരുടെ വാപ്പ പക്കാ ടൈലറാണ്, പണ്ഡിതനല്ല, ടൈലറാണ്. ആ ടൈലറായ വാപ്പ ഒരു സൂഫിയുടെ സദസ്സിൽ പോയിരുന്നാൽ ദ്വാർക്കും അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണുള്ളത്. റബ്ബുൽ ആലമീനേ, എൻ്റെ 2 മക്കളെ നീ സൂഫികളാക്കണേ റബ്ബേ. അതേസമയം ഒരു പ്രഭാഷകന്റെ സദസ്സിൽ പോയിരുന്നാൽ ദ്വാർക്കും റബ്ബുൽ ആലമീനേ, എൻ്റെ 2 ആൺകുട്ടികളെ നീ പ്രഭാഷകന്മാരാക്കണേ റബ്ബേ. അതേസമയം ഒരു മുഅല്ലിഫിൻ്റെ, ഒരു ഗ്രന്ഥകാരൻ്റെ റൂമിൽ പോയിരുന്നാൽ ഈ പക്കാ ടൈലറായ ബാപ്പ ദ്വാർക്കും റബ്ബേ, എൻ്റെ 2 ആൺകുട്ടികളെ നീ ഇതുപോലെ ഗ്രന്ഥകർത്താക്കളാക്കണേ റബ്ബേ. ഈ 2 ആൺകുട്ടികളും സൂഫികളായി, പ്രഭാഷകന്മാരായി, പണ്ഡിതന്മാരായി, ഗ്രന്ഥകാരന്മാരായി. ആ ബാപ്പാൻ്റെ ഉള്ളറിഞ്ഞ ബർക്കത്തായ ദുആയാണ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മഖ്ദൂമല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത്? അവരുടെ ഒരു പ്രത്യേകത, ജന്മസിദ്ധമായി കിട്ടിയ പ്രത്യേകതയാണ്, സമാർജിത സ്വത്തല്ല. കാരണം അവർ സിദ്ദീഖുൽ അക്ബറിൻ്റെ കുടുംബത്തിൽ, മഖ്ദൂം കുടുംബത്തിൽ പിറന്നു എന്നതാണ്. മഖ്ദൂമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. അത് പൊന്നാനിയിൽ കിടക്കുന്ന മഖ്ദൂമിൻ്റേതല്ല, പൊന്നാനിയിൽ കിടക്കുന്ന മഖ്ദൂമാണ് തുഹ്ഫക്ക് ശർഹ് എഴുതിയത്. പൊന്നാനിയിൽ കിടക്കുന്ന മഖ്ദൂമിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തസൂഫിൻ്റെ അതിക്കിയടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവരുടെ മകനാണ് അതാ വടകര ഭാഗത്തുള്ള, തലശ്ശേരി ഭാഗത്തുള്ള കുഞ്ഞിപ്പള്ളിയിൽ കിടക്കുന്നത്. ഞാൻ മിഞ്ഞാന്നും അവിടെ വാളിന് പോയിട്ടുണ്ട്. ആ മഖ്ദൂമിൻ്റെ പ്രധാനപ്പെട്ട, പൊന്നാന കുഞ്ഞിപ്പള്ളിയിൽ കിടക്കുന്ന മഖ്ദൂമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമല്ലേ ഫത്ഹുൽ മുഈൻ, ലോകപ്രസിദ്ധ ഗ്രന്ഥമല്ലേ? ഈ ഫത്ഹുൽ മുഈൻ എവിടെ നിന്ന് വന്നതാണ്? അവരുടെ ഗുരുവായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ 10 വാള്യമുള്ള തുഹ്ഫയിൽ നിന്ന് വന്നതാണ്. തുഹ്ഫ എവിടെ നിന്ന് വന്നതാണ്? ഇമാം നവവിയുടെ മിൻഹാജിൽ നിന്ന് വന്നതാണ്. മിൻഹാജ് എവിടെ നിന്ന് വന്നതാണ്? റാഫി ഇമാമിൻ്റെ മുഹററിൽ നിന്ന് വന്നതാണ്. മുഹറർ എവിടെ നിന്ന് വന്നതാണ്? ഗസാലി ഇമാമിൻ്റെ കിതാബിൽ നിന്ന് വന്നതാണ്. ഇത് ആ ടൈലറായ വാപ്പാൻ്റെ ദുആയാണ്. ഇതാ ടൈലറായ വാപ്പാൻ്റെ ദുആയാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ആയുസ്സിനിടയിൽ ഇങ്ങനെ ഒരു ദുആ ദ്വാരുന്നോ? ഇങ്ങനെ ഒരു ദുആ, മക്കള് തീയാവും സ്വർഗാവും. മാലിക് ഇബ്നു ദീനാർ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് തഫ്സീർ ആലൂസിയിൽ കാണാം. ആലൂസി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാർ പറയാണ്, പൈസക്ക് ദീനാർ എന്ന് പറയാൻ കാരണം അത് വേണമെങ്കിൽ ദീനും ആവും അല്ലെങ്കിൽ നാറും.
അതാണ് ദീനാർ. ആലൂസിൽ കാണാം, തഫ്സീർ ആലൂസി കാണാം. അത് വല്ലാതെ മുത്താല ചെയ്താൽ പല ഭാഗത്തൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഉഷാറായിട്ടുണ്ട്. ഫുള്ളായിട്ട് മുത്താല ചെയ്താൽ കുറച്ച് ഒഴിവാക്കേണ്ടി വരും, എന്നാലും ഇത് ഉഷാറായിട്ടുണ്ട്. ദീനാർ. ഞാനെല്ലാം മുത്താല ചെയ്യുന്ന ആളാണ്, കാരണം അതിന് പിടിക്കാനും പെടക്കാനുണ്ടാവും, പെടക്കാനുണ്ടാവും. ദീനാർ, ദീനാർ. കാരണം പൈസ ദീനും ആവും. ഹംസാജിന്റെ 12 സെന്റ് ദുനിയാവിലെ ഇസ്സത്താണ്, ആഖിറത്തിലെ ഇസ്സത്താണ്, അത് ദീനാണ്. എന്നാൽ വരുന്ന മാർഗവും പടച്ചവന്റെ പൊരുത്തമില്ലാത്ത പലിശ അടക്കമുള്ളതായി, കരിഞ്ചന്തയായി, വഞ്ചനയായി, തട്ടിപ്പായി, വെട്ടിപ്പായി. കാരണം പൈസ ഉണ്ടാക്കണമെന്ന ബോധമേ ഉള്ളൂ. ഹിസാബ് മറന്ന ഉണ്ടാക്കലാണെങ്കിൽ അത് ദീനല്ല, ദീനാറിലുള്ള നാറാണേ, അത് ദിർഹമ്മിലുള്ള ഹമ്മാണേ. ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും വിജയിക്കൂല. കാരണം മക്കയിൽ മുത്തായ മുസ്തഫ, ചൊല്ലിക്കോളൂ മുത്തായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറവിയെടുത്തപ്പോൾ പിശാച് തലയിൽ കൈവച്ചുകൊണ്ട് കരയുകയാണ്. അനുയായി വൃന്ദങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ചോദിച്ചു, എന്ത് പറ്റി നേതാവേ? പിശാച് പറഞ്ഞു, സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് രക്ഷപ്പെടുത്താനുള്ള മനുഷ്യൻ വന്നുപോയി. നമ്മുടെ പരിശ്രമങ്ങളൊക്കെ നിഷ്ഫലമായി. അപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. അപ്പൊ ഇബ്ലീസ് തന്നെ പറഞ്ഞു കൊടുത്തു, വിഷമിക്കണ്ട, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ. നിങ്ങൾ മാനവകുലത്തെ കൊണ്ട് അത് എടുപ്പിച്ചാൽ അവരെ ഈമാൻ തെറ്റിച്ച് മരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ അനുയായികൾ ചോദിച്ചു, എന്ത് വേണം നേതാവേ? അപ്പോൾ 3 കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ഇത് ഗസാലി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖ്ദുൽ മാലി മിൻ ഗൈരി ഹഖ്ഖിഹി വഇൻഫാഖു അലാ ഗൈരി ഹഖ്ഖിഹി വഇംസാഖു അൻ ഹഖ്ഖിഹി. ഹറാമായ രൂപത്തിൽ പൈസ സമ്പാദിക്കുക, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാതിരിക്കുക, അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കുക. ഈ 3 സ്വഭാവം ഒരു മനുഷ്യനുണ്ടായാൽ അവന് നിസ്കാരത്തെ ഉണ്ടെങ്കിലോ, കൊല്ലം ഹജ്ജിന് പോയാലോ, യതീംഖാന നടത്തിയാലോ, പള്ളി ദർസിന് നേതൃത്വം കൊടുത്താലും, പാവങ്ങളെ സേവിച്ചാലും, സംഘടനാ വർക്ക് നടത്തിയാലും, ചാരിറ്റി പ്രവർത്തനം നടത്തിയാലും അവൻ നരകത്തിലാണ്. ഈ 3 കാര്യം ഉണ്ടായാൽ മതി. ഹറാമായിട്ട് പൈസ സമ്പാദിക്കുക, ഹറാമായി ചെലവഴിക്കുക. മോളെ കല്യാണം പൊരയില് മോളിറങ്ങണത് പൂരത്തിന് ആന ഇറങ്ങും പോലെ, പുതിയാപ്പിള ഇറങ്ങണത് ബദർക്ക് അബൂജായിൽ ഇറങ്ങും പോലെ. തിന്നാൻ കൊടുക്കണവരൊക്കെ നിന്നിട്ട് തിന്നുക, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക. പുതിയാപ്പിള കൊണ്ടുപോകുമ്പോൾ വണ്ടി തുറന്നിട്ടിട്ട് കോത്താമ്പിൻ്റെ മുഖം കാണിച്ചിട്ട് കുറുക്കന്മാരിങ്ങനെ ഓരോ സെക്സും പാടിയിട്ട് പോവുക. ഇതിനൊക്കെ നിസ്കാരത്താമ്പുള്ള ആളുകൾ കൂട്ടു നിൽക്കുക. ഖതീബ് പ്രസംഗിച്ചാൽ പിരിച്ചുവിടുക. എല്ലാവർക്കും നിസ്കാരത്താമ്പുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്ത് പോകാൻ ഇതൊക്കെ മതി, ഹജ്ജിന് പോയിട്ടൊന്നും കാര്യമില്ല. ഹജ്ജിന് പോയാലും നരകത്തിലാണ്, നിസ്കരിച്ചവരും നരകത്തിലാണ്. നിസ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അല്ല പറഞ്ഞ് ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വൈലുലിൽ മുസല്ലീൻ, നിസ്കരിച്ചവരും നരകത്തിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നിസ്കാരത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? നിസ്കരിച്ച അതിന്റെ ഗുണമുണ്ട്, അത് വരണില്ല. അതാണ് അടുത്ത് പറഞ്ഞത്, വൈലുലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. കണ്ടോ? നിസ്കരിച്ചാൽ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് നിസ്കരിക്കാ ഈബത്ത് പറയാ, നിസ്കരിക്കാ നമീമത്ത്, നിസ്കരിക്കാ അടി ഉണ്ടാക്കുക, നിസ്കരിക്കാ പ്രശ്നം ഉണ്ടാക്കുക, നിസ്കരിക്കാ കക്കുക, നിസ്കരിക്കാ സെക്സ് ചെയ്യുക, നിസ്കരിക്കാ ചാടി പോവുക, നിസ്കരിക്കാ ചാറ്റിങ് നടത്തുക, നിസ്കരിക്കാ കളവ് പറയുക, നിസ്കരിക്കാ യേശനി, നിസ്കരിക്കാ ഭീഷണി. വൈലുലിൽ മുസല്ലീൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് പരലോകം ഓർത്തുകൊണ്ട് റബ്ബിന് വേണ്ടി സ്വതക്ക ചെയ്യുന്ന ആളുകളുള്ളത്. അവിടെയാണ് മദ്രസയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്ന സ്ത്രീകളുള്ളത്, പുരുഷന്മാരുള്ളത്. അത് ചെറിയ കാര്യമല്ല. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء.
സന്തോഷ സമയത്തും സന്താപ സമയത്തും ക്ഷേമ സമയത്തും ക്ഷാമ സമയത്തും തീഷ്ണ ഉഷ്ണമുള്ള സമയത്തും ശക്തമായ ശൈത്യമുള്ള സമയത്തും കയ്യിൽ പൈസയുള്ള സമയത്തും അത്ര വരുമാനമില്ലാത്ത സമയത്തോ അള്ളാന്റെ മാർഗത്തിൽ പണം കൊടുക്കുന്നവരാണ്. പാലാറ് വീഞ്ഞാറ് കളകളാരവും മുഴക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗീയമായ പൂങ്കാവനത്തിലേക്ക് സന്തോഷത്തോടെ കടക്കുക എന്ന് ഖുർആന് പറയുമ്പോൾ ചൂടാണ്, ഗൾഫിലൊക്കെ പ്രശ്നമാണ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്, അതുകൊണ്ട് പൈസ ചെലവാക്കിയാൽ ഇനി പൈസ കിട്ടൂല എന്ന് നാടന്മാരുടെ അങ്ങാടിയിൽ നിന്നുള്ള മാമൂലി ചിന്തയുമായ സ്വതക്കയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഇങ്ങനെയുള്ള വസ്വാസ് ലോകത്ത് തുടങ്ങിയത് മുനാഫിഖീങ്ങളാണെന്ന് മറക്കണ്ട. കാരണം മദീന പട്ടിണി കിടക്കുന്ന സമയമാണ്, വീടുകളിൽ വെള്ളം വറ്റിയ സമയമാണ്, ഭക്ഷണത്തിന് ക്ഷാമമുള്ള സമയമാണ്. തബൂക്കിലേക്ക് റോമക്കാരുമായിട്ടുള്ള മൽപിടുത്തത്തിന് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയമാണ്. അള്ളാന്റെ റസൂൽ പള്ളിയിൽ നിന്ന് വിളിയാളം മുഴക്കി, നമ്മൾ യുദ്ധത്തിന് പോവുകയാണല്ലോ, പരമാവധി സ്വതക്ക ചെയ്യണേ. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിൽ വസ്വാസ് തുടങ്ങി. ജനങ്ങൾ അന്നമുട്ടി പട്ടിണി എടുക്കുന്ന സമയത്താണോ സ്വതക്ക? ജനങ്ങൾക്ക് പ്രശ്നമുള്ള സമയത്താണോ വിപ്ലവോ? അതോടുകൂടി അവർ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അത് അതേ നിലയിൽ തന്നെ ഖുർആൻ പറയുകയാണ്, വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർരി, തീഷ്ണമായ ഉഷ്ണമാണ്, ഇറങ്ങിപ്പോകണ്ട, രോമം കരിയുന്നതാണ്, കൊര വരുന്നതാണ്, ശരീരത്തിന് ആഘാതമേൽക്കുന്നതാണ്, ഛർദ്ദി എളുകുന്നതാണ്, ക്ഷീണം പറ്റുന്നതാണ്, ചിലപ്പോൾ മരിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ഇറങ്ങണ്ട. ഇത് ഉഷ്ണകാലമാണെന്ന് മറക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വാക്ക് തന്നെ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അതിന് മോന്തായ കുറ്റി അടിച്ചു പൊളിക്കുന്ന എ ക്ലാസ് മറുപടിയും പറയുകയാണ്. ഖുൽ നബിയെ, തങ്ങൾ പറയുക, ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മിക സമരത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകളോട് പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ, 3000 കൊല്ലം പടച്ചവൻ അടിയങ്ങളിൽ തെക്കാരികളെയും തമ്മാടികളെയോ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കഠിന കഠോരമായ ബീഭത്സകമായ നരകമില്ലേ? അവർ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ കഠിനമായ ചൂടാണ്. ആ നരകത്തിൽ തള്ളപ്പെട്ട മനുഷ്യന്മാരുടെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്കുള്ള ദൂരം 3 ദിവസം തുടർച്ചയായി ശീഘ്രം യാത്ര ചെയ്താലെത്തുന്ന കിലോമീറ്റർ ദൈർഘ്യമാണ്. ഓരോ മനുഷ്യന്റെ പല്ലിനും ഉഹുദ് മലയുടെ വലിപ്പമുണ്ട്. ഇത്ര കട്ടിയും കനവുമുള്ള മനുഷ്യന്മാരെ കൊണ്ടുപോയി വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈള് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. അല്ലാഹുവിനെ ധിക്കരിച്ചവരില്ലേ, ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് എക്സ് മുസ്ലിമീങ്ങളായവരില്ലേ, മുത്തായ മുസ്തഫാനെ വിമർശിച്ചുകൊണ്ട് നടന്നവരില്ലേ, ഇവിടെ റഹ്മാനിയത്തിന്റെ സിഫത്താ അവർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കൂല, വെള്ളം കിട്ടാതിരിക്കൂല, ഓക്സിജൻ കിട്ടാതിരിക്കൂല. പക്ഷെ പടയുന്ന സമയമുണ്ട്, മറക്കണ്ട. കരിയുന്ന സമയമുണ്ട്, വിസ്മരിക്കണ്ട. ആ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയം ഇതാ ഉൽഖൂ. ഇൽക്ക എന്ന അറബിയിൽ പറഞ്ഞാൽ ഇൻസൾട്ടായി വലിച്ചെറിയുന്നതിനെ കുറിച്ചാണ് പറയുക. ആഴമുള്ള സ്ഥലത്തിലേക്ക് ഉരുട്ടിയിടുന്നതിനെ കുറിച്ചാണ് പറയുക. ഈ ഉൽഖൂ എന്ന വാക്ക് ചിന്തിച്ചുകൊണ്ട് തലകറങ്ങി ബോധം കെട്ട പണ്ഡിതന്മാരായ സൂഫികളുണ്ട്. ആ ഇതാ ഉൽഖൂ എന്ന വാക്കിൽ നിന്ന് ഇടുന്നതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നതാണ്. ആ എറിയപ്പെടുന്ന സമയത്ത്
സമയത്ത് തന്നെ അവർ ചീറ്റലും പൊട്ടലും കേൾക്കുന്നതാണ്. ക്രോധാധിക്യം കൊണ്ട് നരകം പിളരുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഒരാഴ്ചയില്ല ഉമ്മ, AC ഇല്ല, ഫാനില്ല, ഒരാഴ്ചയല്ല, ഒരാഴ്ചയല്ല, ഇനിയൊരു മരണമില്ല. പഴയ കാലത്ത് KKM കോയ മുസ്ലിയാർ അബൂശാക്കറ നരകം പറഞ്ഞുകൊണ്ട് വാഴ പറഞ്ഞു. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ നരകം പറഞ്ഞു വാഴ പറഞ്ഞു. ബഹുമാനപ്പെട്ട CH ഉസ്താദ് നരകം പറഞ്ഞ് വാഴ പറഞ്ഞു. ബഹുമാനപ്പെട്ട പേരോട് നരകം പറഞ്ഞ് വാഴ പറഞ്ഞു. അതോടുകൂടി ആ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വതഖ. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലോ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ബക്കറ്റിൽ ചോരയുണ്ടായിരുന്നു. കാരണം പെണ്ണുങ്ങൾ പൈസ ഇട്ട് കൊടുക്കുകയില്ല. ആ ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനിതാ കമ്മല പറിച്ചു കൊടുക്കുന്നു. ബക്കറ്റിൽ നിറയെ ചോരയാണേ. ചോര കൊടുത്തുകൊണ്ടാണ് സദസ്സിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പെങ്ങന്മാരിൽ പലരും മരിച്ചത് 27-ാം രാവിനല്ലേ, റമളാനിന്റെ മധ്യപത്തിലല്ലേ, അവസാന 10-ലെ ഒറ്റയിട്ട രാവിലല്ലേ, തിങ്കൾ രാവിലല്ലേ, വെള്ളി രാവിലല്ലേ, റമളാന് 12-നല്ലേ. അധ്വാനത്തിൻ്റെ ഫലമല്ലേ, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. വാള് കേട്ട് പിരിയുന്ന പെങ്ങളെ 10 മണിയായി. ഇവിടെ കുട്ടികളുടെ കലാപരിപാടി നടക്കാനുണ്ട്. ഞാനൊരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം പ്രസംഗിച്ചിട്ടില്ല. സാന്ദർഭികമായ ഒരു ഉത്ബോധനം മാത്രമാണ് നടത്തിയത്. എനിക്ക് പിരിയുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സർജറി കഴിഞ്ഞു, തുന്നൽ കഴിഞ്ഞിട്ടില്ല. നെഞ്ചങ്ങോട്ട് പൊളിച്ച് തുന്നാതിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മദ്രസ ഉദ്ഘാടനം കഴിഞ്ഞു. ഈ ബിൽഡിംഗ് കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്, ഈ ഡിജിറ്റൽ സംവിധാനം കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. കാലോചിതമായ അധ്യാപനാണ്. അതിനി ചുരുങ്ങിയത് 10 TV കൂടി വേണം. അല്ലെങ്കിൽ തുന്നാതെ നെഞ്ച് പൊളിച്ചിട്ട് വിടും പോലെയാവും. ഞാൻ മനസ്സിലാക്കിയ 10 TV അല്ലേ ആവശ്യമുള്ളൂ, അല്ലേ? 10 എണ്ണ അല്ലേ ഹസനി? അല്ലെ 10 അല്ലേ? 10. അതൊരു ചെറിയ കാര്യമല്ല. എന്നോട് ഈ അടുത്ത് ഹജ്ജിന് പോകുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളെ എങ്ങനെ പോകണം, പ്രൈവറ്റിലാണ്. 7 ലക്ഷമൊക്കെയാണ് ഉസ്താദേ എന്ന് പറഞ്ഞു. യാ അല്ലാ. ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര സെൻറ്റ് പറമ്പെടുത്തിക്കണേ? അവനോട് പറഞ്ഞു 14 സെൻറ്റ്. ഒരു സെൻറ്റിന് എത്രയായിരുന്നു? ഒരു സെൻറ്റിന് 3.5 ലക്ഷം. ഈ 7 ലക്ഷം കൊണ്ട് കിട്ടണതോ അവിടുന്ന് 1 സെൻറ്റല്ല. ഈ 7 ലക്ഷം കിട്ടണ യഥാർത്ഥ ലോകത്ത് 1 സെൻറ്റല്ല, ഇവിടുത്തെ സെൻറ്റല്ല. ലാസ്റ്റ് സ്വർഗത്ത് പോണ ഒരാൾ പേടിച്ചിട്ടാ പോവുന്ന തമാശ ഉണ്ട് ഹദീസിൽ. ഇയാളെ പേടി എന്താ വെച്ചാൽ എല്ലാവരും സ്വർഗത്ത് പോയി, ഇനി മൂപ്പർക്ക് സ്ഥലം ഉണ്ടാവില്ല എന്നുള്ള ബേജാറാ. ആര് എന്തെങ്കിലും മിണ്ടാത്ത എന്നോട് ദേഷ്യം പിടിച്ചോ? ആര്? ലാസ്റ്റ് പോണ ആള്. എനിക്കേറ്റ് സ്ഥലം ഉണ്ടാവില്ല എന്ന് ബേജാറായിട്ടാ പോണ്. അപ്പം എല്ലാവരും നിൽക്കവിടെ, എന്താ ബേജാറ്, സ്ഥലം ഉണ്ടാവില്ല എന്നോ? ലാസ്റ്റ് പോണ ആൾ കേട്ടോ, അതിൻ്റെ ശേഷം പിന്നെ ആൾ പോണില്ല. അപ്പം എല്ലാവരും ചെങ്ങായി എനിക്ക് ഭൂമി ഓർമ്മ ഉണ്ടോ? ഭൂമി നമ്മളെ മഹലല്ല, ഭൂമി മൊത്തം ഓർമ്മ ഉണ്ടോ? ഇയാൾ ഭൂമി മൊത്തം നടക്കൂലല്ലോ, പഞ്ചായത്ത് തന്നെ നടന്നിട്ടുണ്ടാവും. ആ ഓർമ്മ ഉണ്ടോ കുറച്ചോനെ? എന്നാലേ ആ ഭൂമിൻ്റെ അത്രയും കൂടി വലിപ്പമുള്ള 10 ഭൂമിൻ്റെ സ്ഥലം നിനക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പോയിക്കോ സമാധാനത്തിൽ, ഒരു പേടി മേടിക്കണ്ട. ലാസ്റ്റ് പോണ ആൾക്ക് ഹജ്ജോണ്ട് കിട്ടണ നേട്ടോ ഇത് മൊത്തം കിട്ടണ. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാ. എന്നിട്ട് 7 ലക്ഷം ചിലവാകുമ്പോൾ പേടി. ഇതാണ് ആഖിറത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാം ആഖിറത്തിൻ്റെ കാര്യത്തിൽ ഡിമ്മായി ഡൗണായി കിടക്കുകയാണ്. ദുനിയാവ് അപ്പ് അപ്പ് അപ്പ്, ആഖിറം ഡൗൺ ഡൗൺ ഡൗൺ. അങ്ങനെ ഇപ്പോൾ പോകുന്നത് തിരിച്ചാണ് വരേണ്ടത്, നേരെ തിരിച്ച്. ആഖിറം അപ്പ് അപ്പ് അപ്പ്, ദുനിയാവ് ഡൗൺ ഡൗൺ ഡൗൺ. എന്നാലേ സ്വർഗം കിട്ടൂ. ഞാൻ ആയത്തോണ്ട് തെളിയിക്കും, എനിക്ക് സമയമില്ല. നേരെ തിരിച്ചു വരണം. സഹാബാക്കൾ എങ്ങനെയാണ്? സഹാബാക്കൾ മൊത്തം അങ്ങനെയാണ്. ഓല വിഷയം ആഖിറമാണ്.
4 ആൾ കൂടിയ ചർച്ച ആഹ്റാൻ, കല്യാണപ്പരയിൽ ചർച്ച ആഹ്റാൻ. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് വന്നു സാസുക്ക്. ആരാണ് മുത്തനബി എന്നും കൂടെ പഠിച്ചോളൂ. സാസ് കണ്ടു വന്നു. 2 കയ്യിലും ഓരോ ഏടുണ്ട്. നേരെ മുന്നിലിരിക്കുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ്. 2 കയ്യിൽ ഏടുണ്ട്. എന്നിട്ട് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 2 കയ്യിലും 2 ഏട്, ഇതിൽ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന കുട്ടികളിൽ എത്ര ആൾക്കാർ സ്വർഗത്ത് പോകുന്നതിലുണ്ട്, എത്ര ആൾക്കാർ നരകത്ത് പോകുന്നതിൻ്റെ കയ്യിലുള്ള ഏടിലുണ്ട്? ഞാൻ പറയണോ? കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് വിറക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഇരുന്ന സ്ഥലത്ത് നിന്ന് മുട്ടുകുത്തിയിട്ട് താഴേക്കങ്ങ് മറിച്ച് വീടുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ പേടിപ്പിക്കല്ലി നബിയേ, ബേജാറാകുന്നു നബിയേ. അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ആ ഏടുമായി തിരിച്ചുപോയി. അന്ന് വരെ മദീനയിൽ ആ ഏട് കണ്ടിട്ടില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെയും കണ്ടിട്ടില്ല. കാരണം അവിടുത്തെ കൈകളിലില്ലാത്ത അധികാരമില്ല, രഹസ്യമില്ല. അവിടുന്ന് എല്ലാ രംഗത്തും വെറൈറ്റിയാണ്. അവിടുത്തെ ഈമാൻ മറ്റുള്ളവരുടെ ഈമാനുമായി കമ്പയർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ പറയുന്നത്. കാരണം രണ്ടും കൂടെ ഒന്നായിട്ട് പറയാൻ പറ്റൂല. മുസ്തഫ നബിയുടെ ഈമാനും മറ്റുള്ളവരുടെ ഈമാനും 2 നിലയിലാണ്. ലോകത്തൊരു നബിയുടെയോ നുബുവത്ത് പടച്ചവൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്നാ റസൂലുള്ളാഹിന്റെ ചെസ്റ്റ് സത്യം ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ആയുസ് വെച്ച് സത്യം ചെയ്തിട്ടുണ്ട്, പേര് വെച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, തല വെച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, അവിടുത്തെ കണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ചെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കൈകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ അഹ്ലു ബൈത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഈമാൻ സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഇബാദത്ത് സ്പെയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഓരോന്നും സെപ്പറേറ്റ് പടച്ചവൻ പറയാൻ കാരണോ ഇത് മറ്റുള്ളവരിലേക്ക് കൂട്ടിക്കലർത്തേണ്ട ഒരാളല്ല. ഇത് അള്ളാന്റെ രഹസ്യമാണ്, അള്ളാന്റെ അഭിമാനമാണ്, അള്ളാഹ് ലോകത്തേക്ക് ഇറക്കിയ ഇസ്സത്താണ്, അസ്മാഉൽ ഹുസ്നയുടെ മദ്ഹറാണ്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനമാണ്, സകല സൃഷ്ടികളുടെയും ഹേതുകമാണ്, ഈമാനിന്റെ കാവൽക്കാരനാണ്, വിജ്ഞാനത്തിന്റെ ഉറവിടമാണ്, നീതിയുടെ അരുളാണ്, ധർമ്മത്തിന്റെ പൊരുളാണ്, മദീനയുടെ മകുടമാണ്, മക്കയുടെ മലരാണ്, ആമിനാന്റെ പൊന്മണിയാണ്, അബ്ദുല്ലാന്റെ അഭിമാനമാണ്, അബ്ദുൽ മുത്തലിബിന്റെ അഭിവാഞ്ചയാണ്, അബൂജാഹിലിന്റെ കണ്ടകോടാലിയാണ്, അബൂലഹബിന്റെ ബദ്ധവൈരിയാണ്, ഉത്ബത്തിന്റെ പേടി സ്വപ്നമാണ്, ഹഖിന്റെ വ്യാഖ്യാനമാണ്, ബാത്തിലിന്റെ സദാ സംഹാരകർത്താവാണ്. ഇത് വിശ്വമാനവികാതയുടെ വിമോചന ഗീതമായ മുത്തലി മുഹമ്മദ് മുസ്തഫ. ഇന്നിൽ തീയാ ريح الصباء يوما إلى أرض الهرى بلغ سلامي روضة فيها النبي المحتر أكبادنا مجروحة من سيف هجر المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا. ഈ തീവ്രമായ അനുരാഗം ഇളകി നിൽക്കുന്ന ഈ ഇഷ്കിൻ്റെ പച്ചപ്പ് കൊണ്ട് പവിത്രമായ ഓർമ്മയുടെ രോമാഞ്ചമുള്ള സദസ്സിൽ നിന്ന് പിരിയുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് മുമ്പേ 2 ലോകത്തും തലകുനിക്കാതിരിക്കാൻ ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.